ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പഴനിക്ക് പോണ ഒരു വീഡിയോ ആയിട്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ അടുത്തുള്ള കടവിൽ ശ്രീ മഹാലക്ഷ്മി ടെമ്പിളിലൊന്ന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും പിന്നെ സതീഷേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടിയാണ് പഴനിയിലേക്ക് പോയത്. നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല വൈബുള്ള മൂഡുള്ള നല്ലൊരു ട്രിപ്പ്. ഭഗവാനെ നന്നായിട്ട് കണ്ടു, ഞങ്ങൾ തൊഴുതു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും സതീഷ് ഇങ്ങനെ നിർത്തി പോയതുകൊണ്ട് യാത്ര അങ്ങോട്ട് മടുത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലും കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചു. പിള്ളേർക്കാണെങ്കിൽ വളരെ എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ ഒരു വൈബാണല്ലോ യാത്രകൾ. ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വെളുപ്പിനെ തന്നെയാണ് കേട്ടോ പോയത്. രാവിലെ ഞങ്ങൾ ഇഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഇഡലിയും ചട്നിയൊക്കെ കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് സതീഷേട്ടൻ നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വടുതലേന്ന് ഒരു ലിറ്റർ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നാണ് പോണതേ. അപ്പോൾ പായസമൊക്കെ എല്ലാവരും കുടിച്ചു. അത് കഴിഞ്ഞ് യാത്ര പിന്നീട് ഒരുമിച്ച് ഞങ്ങൾ യാത്ര പോവുകയാണേ പഴനിയിലേക്ക്. യാത്രയുടെ 1:30 ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അതിന് ഇടയിലൊരു വാഴത്തോപ്പി നിർത്തി ഞങ്ങൾ ചോറുണ്ണുമായിരുന്നു. എല്ലാ ഭക്ഷണമൊക്കെ അടിച്ചു പൊളിച്ച് കഴിച്ച് പിള്ളേർക്കൊക്കെ അവിടെ ഇച്ചിരി നേരം അരമണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെയും യാത്ര തുടങ്ങിയത്. ഇത് വാഴത്തോപ്പൊക്കെ കാണിച്ചു കൊടുക്കാൻ സതീഷേട്ടൻ പറയുമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഇനി എന്നെ പൊക്കി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. സതീഷ് പറയുമായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു എന്ന്. നമുക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് ചുരം കയറുമായിരുന്നേ. നമ്മുടെ കുതിരാൻ കയറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. മണിയണ്ടൻ പറയുമായിരുന്നു തിരിച്ച് ഒരു പ്രാവശ്യം കൂടി പോവച്ചാന്ന്. പിന്നെ പോണ വഴിക്ക് പൊന്നുക്കുട്ടി ഒരു ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ കയറുമായിരുന്നു. പൊന്നുക്കുട്ടിക്കാന്ന് പറഞ്ഞ് ചെരുപ്പ് കയറാൻ വാങ്ങി. ഞങ്ങൾ 4 പേരും ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അവർ ഒരുപാട് പ്രൈസ് നമുക്ക് കുറച്ചാട്ടോ തന്നത്. നല്ല ചെരുപ്പായിരുന്നു. അതിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പിന്നെയും തുടങ്ങി. ഈ അമ്പലമൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പഴനിക്ക് പോയപ്പോൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ മലയുടെ ഉള്ളിൽ കയറിയായിരുന്നു. പിന്നെ പഴനിയിൽ എത്തി നമ്മൾ അവിടെ സതീഷേട്ടൻ മുട്ടയൊക്കെ അടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുവാണ് കേട്ടോ രാവിലെ തന്നെ. പിള്ളേർക്ക് കുറേ കളിപ്പാട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ച്. കച്ചവടക്കാരെ ഇപ്പോൾ അകത്തേക്ക് അങ്ങോട്ട് കയറ്റുന്നില്ല, എൻട്രൻസിൻ്റെ അങ്ങോട്ടൊന്നും കയറ്റുന്നില്ല. അവരെ ഇച്ചിരി മാറ്റി നിർത്തിയാണ് കേട്ടോ നമ്മളെ നിർത്തിയിരിക്കുന്നവരെയൊക്കെ.